വെള്ളത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. ആരെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല. ഒരുപാട് പേർ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നത്. അത് നോക്കാൻ പോയ സമയത്തായിരുന്നു രണ്ടാമത് വീണ്ടും ഉരുൾപൊട്ടി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരുന്നത്. മുണ്ടകയിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ആർക്കും ലിസ്റ്റ് അട്ടമല ഏരിയ, മുണ്ടക ഏരിയ, ആ ഏരിയയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പലരോട് സംസാരിച്ചു, പക്ഷെ ചിലർ ഫോണിൽ കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരു സൗണ്ട് ഉണ്ടാകും. അപ്പം നമ്മൾ ഹാളിൽ വന്നിരുന്നു. പെട്ടെന്ന് നിലത്ത് കൂടിയൊക്കെ വെള്ളമായി. പിന്നെ TV സ്റ്റാൻഡ് മേത്ത് കൂടെ മറിഞ്ഞു. പിന്നെ ഒന്നും ഓർമ്മയില്ല. വെള്ളത്തിൽ നിന്ന് പൊങ്ങി പിന്നെ വേറെ സേഫായ സ്ഥലത്തേക്ക് പോയി. പക്ഷെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ റൂമിൻ്റെ ചെറിയ വാർപ്പിൻ്റെ മേലെ കയറിയിരുന്നു. കുട്ടികൾ മാത്രം, ബാക്കിയുള്ളവരൊക്കെ താഴെയായിരുന്നു. താഴെ ഉണ്ടായ മുതിർന്നവരെല്ലാവരും ചളി മൊത്തം ഇവിടെ ഇത്രയും നേരം കുടുങ്ങി നിന്നു. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഹോള് മൊത്തം സ്റ്റക്കായി, എവിടേക്കും ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയൊക്കെയോ നിന്നു. അവിടെ മൊത്തമായിട്ട് മണ്ണും പാറയും മരങ്ങളൊക്കെ വന്നിട്ട് അടിഞ്ഞു വിടും. മുമ്പിലെ വാതിൽ മൊത്തം കല്ല് വന്ന് അടിച്ച് ഓപ്പണായിപ്പോയി. പക്ഷേ മറ്റേ റൂമിൽ നിന്ന് റൂമിൽ കുട്ടീനെയും മോളെ എടുക്കാൻ കയറുന്നു, അതിൽ ബ്ലോക്കായിപ്പോയി. പിന്നെ സിറ്റ് ഔട്ട് നടുറൂമും ബ്ലോക്കായിപ്പോയി. പക്ഷേ നടുറൂമിന് വാതിൽ അടിച്ച് തള്ളിയിട്ട് അവിടെ ഒരു മരയുള്ളൂ. ഇതിനൊരു മരം വന്ന് തങ്ങിയിട്ട് ചെറിയൊരു കേപ്പേ ഉള്ളൂ. അതിൽ കൂടെ ഞാൻ, അതായത് ഒരു മിനിറ്റിൽ ഞാൻ അകത്തുനിന്ന് പുറത്തിറങ്ങി എന്തെല്ലോ ചെയ്ത് ഇറങ്ങിയെന്നുള്ളത്. അപ്പോഴത്തേനും എൻ്റെ ഇത്തിരിക്ക് ഉണ്ടായി. അതിനെ കിടക്കാൻ പറ്റൂല. കൈക്കുഞ്ഞിനെ എടുത്ത് ഉയർത്തിപ്പിടിക്കുമായിരുന്നു. അങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഞാൻ അപ്പം അവശനായിപ്പോയി. എന്തോ പൊട്ടി വരുന്നുണ്ട് പറഞ്ഞ് അപ്പം ജനൽ തുറന്ന് നോക്കുമ്പോൾ മേലെന്ന് കല്ലും പാറയും അതും ഇതൊക്കെ ഉരുണ്ട് വരിക. അപ്പം ഞങ്ങൾ എന്താക്കി, അച്ഛനെയും വലിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അരക്കി വെള്ളമുണ്ട്. ഞങ്ങൾ ജീവൻ രക്ഷപ്പെടുത്തിയേ ഉള്ളൂ. ഓടിട്ട് മകനില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാൾ പറയും പോയിട്ടുണ്ടാവും. അവന് ഉള്ളത് കൊണ്ട് വാവിന് വച്ചു കൊടുക്കാൻ വന്നതാണ്. അങ്ങനെ പേരക്കുട്ടിയും വന്ന് എല്ലാം പാട് നാലാളും ഓടി കയറി കൈസലായി വീടെല്ലാം പോയി. മഹാദുരന്തത്തിൻ്റെ തലേനാൾ കുറച്ച് മാധ്യമപ്രവർത്തകർ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും എത്തിയിരുന്നു. അവർ തന്നെയാണ് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയതും. അവരിൽ ഒരാളായ ജിൻസ് തോട്ടുംകരയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ജിൻസ്, എന്തായിരുന്നു തലേന്ന് അവിടെ നിങ്ങൾ പോകാൻ കാരണം? പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചത്? തലേദിവസം പോകാൻ കാരണമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീവ്ര മഴ രേഖപ്പെടുത്തിയത് ഈ മേപ്പാടി ഭാഗത്തായിരുന്നു. അപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ കൽപ്പറ്റയിൽ നിന്നും അങ്ങോട്ട് പോയത്. വയനാട്ടിലെ എല്ലാ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വാർത്ത എടുത്ത് അവിടുത്തെ ഒരു 2 ആളുകളുടെ പ്രതികരണം ഞങ്ങൾ എടുത്തിരുന്നു. ആ 2 ആളുകളും ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടുന്ന് 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത്, ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്നും കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ എത്തിയിരുന്നു. ആ ഒരു സമയത്തൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പെടുത്തുന്നതായിരുന്നു. നിലവിളികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവുന്ന ജനക്കൂട്ടത്തെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനമൊന്നും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരായിരുന്നു അവിടെ ഓടിക്കൂടിയെത്തിയത്. അതേപോലെ തന്നെ അവിടുത്തെ ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടൗണിൻ്റെ ഒരു പകുതി ഭാഗവും മണ്ണിനടിയിലായിരുന്നു. എന്നെ നടുക്കിയ ഒരു കാര്യം, ഞാൻ ജിൻസുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ജിൻസിനോട് ഏകദേശം എത്ര പേർ മരിച്ചിട്ടുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ ഒരു 100 പേരെങ്കിലും മരിച്ചു കാണും എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് ആ ഞെട്ടൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ 100ഉമല്ല, അതിന് എത്രയോ ഇരട്ടിയാണ് മരണം.
തീർച്ചയായും നമ്മൾ ആദ്യ സമയത്ത് കണ്ടത് ഒരു ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു. നിലവിളികൾ മാത്രം കേൾക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞത് തന്നെ ഇവിടുത്തെ പാലം ഒലിച്ചു പോയി എന്നുള്ള കാര്യമായിരുന്നു. പിന്നീട് അവിടെ മുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മുണ്ടക്കൈ മുതലാണ് ഈ ഉരുൾ പൊട്ടിയതിൻ്റെ തുടക്കം പ്രഭവ കേന്ദ്രം എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഏകദേശം 400ഓളം വരുന്ന കുടുംബം ഉണ്ടായിരുന്നു. ആ തുടക്കത്തിലെ നമുക്ക് ആ ദുരന്തം കണ്ട മുതൽ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് ഇതിന് മരണസംഖ്യ കൂടുമെന്നുള്ള കാര്യം. അത്രയ്ക്ക് ആളുകൾ ഈ അപകടത്തിൽ പെട്ടിരുന്നു. ഒരു മഹാദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ തേടിയുള്ള വയനാട് വിഷൻ്റെ യാത്രയാണിത്. ഈ യാത്ര തുടങ്ങും മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തം വിതച്ച പുത്തുമലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാതെ വയ്യ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് മുമ്പ് മഹാദുരന്തത്തിന് മുമ്പുണ്ടായ പുത്തുമല ദുരന്തഭൂമിയിലാണ് ടീം വയനാട് വിഷൻ ഇപ്പോഴുള്ളത്. ഇപ്പോൾ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകി കൽപ്പറ്റയിലെ യോഗത്തിന് പോകുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, കുറേ ദിവസമായി നിങ്ങളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണല്ലോ. നിലവിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. 6 സോണുകളായി തിരിച്ചു. ഓരോ സോണിലും ഏതൊക്കെ ഫോഴ്സ് വേണമെന്ന് നിശ്ചയിച്ചു. ഏത് സോണിലാണ് കൂടുതൽ സാധ്യത നമ്മുടെ മൃതദേഹങ്ങളും മറ്റും കണ്ടെത്താൻ എന്നുള്ളത് മനസ്സിലാക്കി അവിടെ കൂടുതൽ നമ്പർ ആളുകളെ നൽകി. അത്തരം പ്രവർത്തനം ഫലപ്രദമായി നടക്കുന്നു. രണ്ടാമത്തത് ചാലിയാർ പുഴ 40ഓളം കിലോമീറ്റർ വരുന്നുണ്ട്. ഈ 40ഓളം കിലോമീറ്റർ വരുന്ന ചാലിയാർ പുഴയിൽ 8 പോലീസ് സ്റ്റേഷനാണുള്ളത്. ഓരോ പോലീസ് സ്റ്റേഷനിലും അതാത് പോലീസ് ഹെഡിൻ്റെ നേതൃത്വത്തിലൊരു ടീം, പ്രത്യേകിച്ച് പുഴയുടെ എല്ലാ സ്വഭാവം അറിയുന്ന നാട്ടുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ടീമും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇന്നലെ ഇപ്പോൾ 14 മൃതദേഹങ്ങൾ കിട്ടി. അതിൽ 3 എണ്ണവും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2 എണ്ണം എടക്കര, 1 നിലമ്പൂർ, 11 എണ്ണം ഇവിടുന്ന്. അപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തനം അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ്. അനാവശ്യമായി ഈ ഇടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികൾ ഉൾപ്പെടെ അവരുടെ മനസ്സ് ഇവിടെയാണ്, ശരീരം മാത്രമാണ് വിവിധ സ്ഥലത്ത്. അല്ല, ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങളത് നിശ്ചയിച്ചു, അത് അറിയിച്ചിട്ടുണ്ട്. അത് വേണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അനാവശ്യമായ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ ഉൾപ്പെടെ വീഡിയോ എടുക്കുന്നു എന്ന് പറയുന്നു. അത് ഡാർക്ക് ടൂറിസമാണ്, അത് ഒഴിവാക്കണം. അതിനെല്ലാവരും സഹകരിക്കണം. മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തിൽ
ജീവൻ നഷ്ടമായ ഒട്ടേറെ ആളുകളെ തേടി നടക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പുത്തുമലയിൽ നിൽക്കുമ്പോൾ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് 3 KSRTC ബസ്സുകൾ പുത്തുമലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജീവൻ രക്ഷാ പ്രവർത്തകരെയും കൊണ്ട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്ക് വന്നിട്ടുള്ളതാണ്. അതിലൊരു ഡ്രൈവർ മനോജേട്ടനാണ്, കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവറാണ് അദ്ദേഹം ഓരോ വാട്സപ്പിലെ മെസ്സേജ് വരുമ്പോഴും ഓരോ ചാനലിലെ വാർത്ത വരുമ്പോഴും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയാണ്. കാരണം ഈ റൂട്ടിൽ മുണ്ടക്കൈ കൽപ്പറ്റ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സിൻ്റെ ഡ്രൈവറാണ് അദ്ദേഹം. ഈ ദുരന്തമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ സർവീസ് നടത്തി. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന രോഗികൾ, ആ പ്രദേശവാസികളെ കാണാനില്ല. എന്തായിരുന്നു ശരിക്ക് നിങ്ങളിപ്പോൾ തിരയുന്നത്? ആരെയൊക്കെയാണ്? നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും നമ്മളെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം ഒരുപാട് പ്രായമുള്ള ആളുകളും യുവാക്കളും, പല ജോലിക്ക് ദിവസവും സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകൾ, മറ്റ് സ്കൂളിലെ ടീച്ചർമാർ, മറ്റുള്ള മേഖലകളിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും രാവിലെ നമ്മളെ ബസ്സിലാണ് ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയൊന്നും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എവിടെയും കാണാനില്ല. അവരാരൊക്കെ കുറേ ആൾക്കാരെ ഫോട്ടോകളൊക്കെ കണ്ടിട്ടാണ് നമ്മളവർ മരണപ്പെട്ടതായിട്ട് അറിയുന്നത്. അല്ലാതെ വേറെ അവരെ പറ്റി വിവരങ്ങളില്ല. എത്രയോ പേര് ഇനിയും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊന്നും ഇപ്പോൾ റോഡില്ല, അവിടെയുള്ള കടകളില്ല, അവിടെയുള്ള വീടുകളില്ല, സ്കൂളുകളില്ല, ഒന്നുമില്ല. എല്ലാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളുകൾ വരെ പോയിരിക്കുകയാണ്. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. മനോജേട്ടന് ഏറ്റവും വിഷമമുണ്ടാക്കിയ കാര്യം ഇവിടെ നിന്ന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ വെള്ളരിമല സ്കൂളിലേക്ക് പോയിരുന്ന ആളുകളെ കാണുന്നില്ല, എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് പോലും കണക്കറിയുന്നില്ല എന്നാണ്. ആ വിദ്യാർത്ഥികൾ എപ്പോഴും നിങ്ങളോട് സൗഹൃദമൊക്കെ പങ്കിടുമായിരുന്നോ? അതെ, നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. മേപ്പാടി സ്കൂളിലെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റ് സ്കൂളിൽ മേപ്പാടി ഭാഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൊത്തം നമ്മളെ 2-3 ബസ്സുകളിലായിട്ടാണ് സ്ഥിരം യാത്ര ചെയ്യുന്നത്. അവരോടൊക്കെ നമ്മൾ ഈ ബസ്സല്ലേ അവർക്ക് ആശ്രയമുള്ളൂ. അപ്പം നമ്മളായിരുന്നു നല്ല ബന്ധമാണ് അവരായിട്ട്. അവരെയൊന്നും ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ആരൊക്കെ ഉണ്ടെന്നോ എത്ര വിദ്യാർത്ഥികൾ ബാക്കിയുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. പുത്തുമലയിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടായിരുന്നു. അവിടെ ഒരു ഹംസക്കായുടെ ചായക്കടയുണ്ടായിരുന്നു. ആ ചായക്കട പൂർണ്ണമായും ഒലിച്ചു നീങ്ങി. ഉരുൾപൊട്ടലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളും മരിച്ചു. അതിനൊക്കെ ദൃക്സാക്ഷിയായ, കൺമുമ്പിലൂടെ പുത്തുമലയുടെ ദുരന്തം ഒഴുകി വരുന്നത് കണ്ട അബൂബക്കർ ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അബൂബക്കർ ഇപ്പോൾ ഒരു ചായക്കട നടത്തുന്നു. ഈ പുത്തുമലയിൽ ഇപ്പോഴാകെയുള്ള ഒരു ചായക്കട അബൂബക്കറിൻ്റെതാണ്. അന്ന് ഈ ദുരന്തം പുത്തുമലയിൽ ഉണ്ടായത് നേരിട്ട് ദൃക്സാക്ഷിയാണല്ലോ നിങ്ങൾ. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അത് വൈകുന്നേരം ഒരു 3:45 ടൈമിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ വീട്ടിൽ ഇത് സംഭവിക്കുന്ന ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ നിൽക്കാത്ത മഴയായിരുന്നു 2 ദിവസമായിട്ട്. ആ മഴയിൽ പെട്ടെന്ന് ആ മല പൊട്ടി ഒന്നായിട്ട് ഒലിച്ചു വരിക ഉണ്ടായത്. ഇപ്പോഴും കുറേ പേരെ കാണാതായിട്ടുണ്ടല്ലോ. എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേർ മരിച്ചതായിട്ട് കൃത്യമാണ് കണക്ക്? മൊത്തം 19 പേരാണ് അതിൽ മരണപ്പെട്ടത്. അതിൽ 4 പേരെ ഇനിയും കിട്ടിയിട്ടില്ല. അതിൽ അധികം മരണപ്പെട്ട് നമ്മളെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ മുണ്ടക്കൈയിലെ ഒരു ദുരന്തം ഉണ്ടായപ്പോഴും നിങ്ങളുടെ ബന്ധുക്കൾ അതിൽ കാണാതായിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആരൊക്കെയാണുള്ളത്? മുണ്ടക്കൈ ഇതിൽ എൻ്റെ ഒരു അമ്മായിൻ്റെ മകൻ്റെ മോള് ഉബൈദ് എന്ന് പറയും. അവൻ്റെ മകള് അതിൽ മരണപ്പെട്ടു. അത് അവൻ്റെ ഭാര്യയുടെ ഉമ്മ, അവരും അതിൽ മരണപ്പെട്ടു. ആ കൊച്ചിൻ്റെ ബോഡി കിട്ടി. അവൻ്റെ വല്യമ്മേൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് സ്കൂൾ റോഡിന്, അതായത് ചൂരൽമല സ്കൂൾ റോഡിന് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കളിസ്ഥലം നിരവധി തവണ വയനാട് വിഷനിൽ നമ്മൾ
സംപ്രേഷണം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ബൂം ഉപയോഗിച്ചുള്ള തിരച്ചിലിന് വേണ്ടി ബൂം എത്തിച്ചത് ഇവിടെയാണ്. പക്ഷേ ചെളി നിറഞ്ഞ ഈ കളിസ്ഥലത്ത് ആഴക്കൂടുതലുള്ളതിനാൽ ബൂം ഇറക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെയാണ് ഇന്ന് ഹിറ്റാച്ചി ഇറക്കി തിരച്ചിൽ നടത്തുന്നത്. നമുക്ക് കാണാം, ഈ വാഹനം കഴിഞ്ഞ ദിവസം അവിടെയായിരുന്നു ഈ വാഹനത്തിൻ്റെ പാർട്സ് ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യത്തെ ദിവസം വാർത്ത നൽകിയപ്പോൾ പറഞ്ഞിരുന്നു ഈ വാഹനം അവിടെ കണ്ടതുകൊണ്ട് തന്നെ അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. മറ്റൊരു ഭാഗം നമ്മൾ പറഞ്ഞത് ഇവിടെ ഒരു കാറിൻ്റെ പാർട്സ് കാണുന്നുണ്ട്. ആ കാറും നമുക്ക് കാണാം. ഈ കാറ് കഴിഞ്ഞ ദിവസം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞു ഇവിടെ മനുഷ്യ സാന്നിധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് മുകളിൽ നിന്ന് ഒലിച്ചു വന്ന കാറാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞതനുസരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ ഏരിയയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസവും എല്ലാം ജീവൻ്റെ തുടിപ്പ് ഇവിടെ ഉണ്ടോ എന്ന് ഒക്കെ നടത്തിയിരുന്നു. സാർ, കഴിഞ്ഞ ദിവസം ബൂം കൊണ്ടുവന്നിരുന്നല്ലോ, പക്ഷേ ഇവിടെ ഇറക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ബൂമിന് പകരം ഈ ഹിറ്റാച്ചി ഇറക്കാനുള്ള ശ്രമം ഇന്ന് രാവിലെ നടത്തുകയായിരുന്നു. ഇന്നലെയും ഇറങ്ങിയിരുന്നു. ഇന്നലെ ഇവിടെ തുളി കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് തൊടി അടിച്ച് കലക്കി വിട്ടതിന് ശേഷമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലുള്ള തെരച്ചിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ഈ ബോഡി പാർട്സ് കിട്ടിയിരുന്നു. അത് കിട്ടിയത് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. എത്ര ബോഡി പാർട്സ്? ഒരെണ്ണം കുടൽ. ഇപ്പോൾ ഈ തുടക്കം 30-ാം തീയതിയാണ് വിഷയം ഉണ്ടായത്. അന്ന് ആ സമയം മുതൽ ഇന്ന് 3-ാം തീയതിയാണ്. ഈ സമയം വരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റും പൊതുജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആരെങ്കിലും ഇനി ജീവനോടെ ഇരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ച ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ എങ്ങനെ അവശേഷിക്കുന്നുണ്ടോ ആ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഏകീകരിച്ച പ്രവർത്തനം തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു സംതൃപ്തി വരുന്ന സമയം വരെയെങ്കിലും നമ്മൾ സെർച്ച് നമുക്ക് തുടരാൻ വേണ്ടി സാധിക്കണം. പിന്നെയുള്ളത് മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ച് നമ്മൾ നടപടി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഏകീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഏകോപനമാണ് നമുക്ക് ഈ ഒരു ദുരന്തമുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇനി മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ നിരവധി പേര് കാണാതെ പോയിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങൾക്ക് വളരെയേറെ ആകാംക്ഷയുണ്ട്. അത് ദൂരീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ബോഡി കിട്ടിയിട്ടുണ്ട്, തൊട്ടടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് എന്താണ് നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുന്നില്ല. നമ്മൾ പല രീതിയിലും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് കടാവർ ഡോഗ് കൊണ്ടുവന്നിട്ട് പരിശോധിച്ചു, അത് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോൺസ് കൊണ്ടുവന്ന് കാര്യമായിട്ട് ഒന്നും നമുക്ക് പ്രതീക്ഷ കിട്ടിയിട്ടില്ല. അങ്ങനെ കടാവർ ഡോഗ്സിനാണ് കുറച്ചുകൂടി. ബോഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പോയി സ്മെല്ല് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നിരവധി ഒരു 10-15 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുകൂടാതെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ കുറേ സ്ഥലത്ത് നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ ഇപ്പോൾ കോണ്ടന്റ് മാപ്പിംഗ് ടെക്നോളജി, പിന്നെ ഇതിൻ്റെ ഫ്ലോ ഒക്കെ നമ്മൾ പരിശോധിച്ച് എവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെയുമായിട്ട് ചാലിയാർ തീരത്ത് മുഴുവൻ നമ്മുടെ ഉദ്യോഗസ്ഥരും സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സെർച്ചിങ്ങിലാണെന്ന് 3 പയ്യന്മാരെ നമ്മൾ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇന്നലെ രാത്രി പോയമാർ ഇന്ന് കിട്ടി, രാവിലെ തന്നെ ഇൻഫർമേഷൻ കിട്ടി അവിടെ എവിടെ ഉണ്ടെന്ന് വന്നിട്ട് അവിടെ പോയി ആളെ കാണാതെ പോയെന്ന് വന്നിട്ട് ഭാഗ്യവശം നമ്മുടെ പോയ പാർട്ടി കണ്ടപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതുപോലെ ഇനി അത് കഴിഞ്ഞിട്ട് നാളെയും നമ്മൾ ചാലിയാർപ്പുഴ മുഴുവൻ നമുക്ക് പരിശോധിക്കും. അതുപോലെ മലപ്പുറം ജില്ലയിലെടുത്ത് നോക്കിയാൽ അവിടുത്തെ SP-യും DIG-യൊക്കെ എല്ലാ 10-8 പോലീസ് സ്റ്റേഷനിലൊക്കെ ഇടവണ്ണ, അഴീക്കോട് എല്ലാ സ്റ്റേഷനുകളിലും പോത്തുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിരവധി മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ കൂടുതലായതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൗത്യ സംഘത്തിൽ മുഴുവൻ എടുത്ത് നോക്കി 1300-ഓളം പേരുണ്ട്.
ബ്രിഡ്ജ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇത് ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി 160ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം ഓൾമോസ്റ്റ് പൂർത്തിയായി. ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. മഴ ഹെവി ആയിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അത് 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും. പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ബ്രിഡ്ജിൽ എന്തൊക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നു, ഏകദേശം ആ വണ്ടികളെല്ലാം ഇതിൽ പോകാൻ സാധിക്കും. ഞങ്ങളത് ടെസ്റ്റ് ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ തന്നെ അതിൽ വണ്ടിയിൽ അത് വരുന്ന നമ്മുടെ ആൾക്കാർ. ഏകദേശം 190 അടി നീളമുള്ള ബ്രിഡ്ജും അതിനോടുള്ള അപ്രോച്ച് റോഡുമാണ് നമ്മൾ നിർമ്മിക്കുന്നത്. 190 അടിയുള്ള ബ്രിഡ്ജ്, പിന്നെ അപ്രോച്ച് റോഡ് ഓൾറെഡി ഉണ്ട്. അതിന് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ഒരു റാമ്പ് മാത്രം നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. മേജർ ജനറൽ VT മാത്യു വാഹനത്തിൽ അതാ വരുന്നു. സൈന്യം ഇന്നലെ ആരംഭിച്ച നിർമ്മാണ ജോലികളാണ് ഇന്ന് പൂർത്തിയായത്. അവർ പറഞ്ഞ അതേ സമയത്തിനുള്ളിൽ 190 അടി നീളമുള്ള പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് സൈന്യത്തിന്റെ ആദ്യ വാഹനം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള വാഹനത്തിൽ ഈ പാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. सर वन सेट जय भारत माता की जय, भारत माता की जय, भारत माता की जय, मद्रास साबर की जय, मद्रास साबर की जय, मद्रास साबर की जय. എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് അസീസ് എന്ന് പറയും. ഞങ്ങൾ മേപ്പാടി മുതലേ പരിചയമുള്ള ആളാണ്. അയാൾ ഇത് ഫസ്റ്റത്തെ അടി കണ്ടിട്ട് വന്നിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അയാൾ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് ഓടി ടെറസുമ കയറിയിട്ട് അയാൾ കമ്പിയുമ തൂങ്ങി പിടിച്ച് നിൽക്കുമായിരുന്നു. കമ്പിയുമ തൂങ്ങി പിടിച്ച് നിന്നിട്ട് മുകളിൽ ഷീറ്റാണ്, ആ ഷീറ്റിൻ്റെ കമ്പിയുമ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു തെങ്ങ് വന്നിട്ട് അടിക്കുന്നത്. ആ തെങ്ങ് വന്ന് അടിച്ചിട്ട് അതിൻ്റെ ആ കട ഉണ്ടല്ലോ, കട സ്ലാവുമ്പോൾ നിന്ന് പിന്നെ കട തലപ്പ് ഭാഗം ഷീറ്റുമ്പിൽ വീണു. അതുകൊണ്ട് ആ തെങ്ങ് തടഞ്ഞുകൊണ്ട് 2 സൈഡിൽ കൂടെയും പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. പിന്നെ ഹൈസ്കൂളുണ്ട്, മേപ്പാടി ഹൈസ്കൂൾ ക്യാമറ ഉണ്ട് സംഗതി. ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യാശയുടെ വാർത്ത, ഒരു സന്തോഷത്തിന്റെ വാർത്ത കൂടി. ആ വാർത്ത നമുക്ക് സന്തോഷമാണോ നൽകുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കുറച്ച് ജീവിതങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 3 ബീഹാർ സ്വദേശികളെ കാണാതായി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത അതേ സ്പോട്ടിലാണ് ടീം വയനാട് വിഷൻ ഇപ്പോഴുള്ളത്. അതായത് സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് തൊട്ട് പിൻവശം. ഇപ്പോൾ നമുക്ക് 2 സഹോദരങ്ങളെ കാണാം. ആ സഹോദരങ്ങൾ അവരുടെ ജീവൻ രക്ഷപ്പെട്ടു തലനാരിഴയ്ക്ക്. എന്താണ് അതായത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും വലിയ ഉരുൾ പൊട്ടി താഴേക്ക് പതിച്ചപ്പോൾ ഒരു ദ്വീപ് രൂപപ്പെട്ടു. അത് സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് സമീപമാണ് ആ ദ്വീപ് രൂപപ്പെട്ടത്. ആ ദ്വീപിനും ഉള്ളിൽ മാത്രം ഇരുവശങ്ങളിലൂടെയും പാറക്കെട്ടുകൾ, വൻമരങ്ങൾ, ചളിയും മണ്ണും ഒഴുകിയപ്പോൾ ആ ദ്വീപിന് ഒരു കവചമൊരുക്കി. ആ ദ്വീപിൽ എത്ര പേരുണ്ടായിരുന്നു അന്നേരം? ആ ദ്വീപിൽ ആക്ച്വലി എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ 7-8 പേരും ഒരു കുട്ടിയും. നിങ്ങളുടെ വീട്ടിൽ? പിന്നെ നിങ്ങളുടെ വീടിനടുത്തായി എത്ര പേരുണ്ടായിരുന്നു? വീടിന് തൊട്ടടുത്തും ഇതേപോലെ ഒരു 2 ഫാമിലി ഉണ്ട് തൊട്ടടുത്ത്. ഇവിടെ എത്ര വീടുകൾ ആദ്യം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു? ഇവിടെ ഏകദേശം 50-ന് മേലെ, ആ ഏരിയ മാത്രം 50-ന് മേലെ വീടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീടിന് തൊട്ട് മുന്നേ തന്നെ 4-5 വീടുണ്ട്. അപ്പൊ റിവർ ഡിവൈഡ് ചെയ്ത് പോയില്ലേ, വലത്തോട്ട് എടുത്തോട്ടും. ബേക്കിലാണോ യഥാർത്ഥ റിവർ ആക്ച്വലി പഴയതുണ്ടായിരുന്നത്. ഫ്രണ്ടില് റോഡായിരുന്നു. വീതി കൂടി നമ്മൾ ടോപ്പ് വ്യൂ കണ്ടപ്പോൾ വീതി കുറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ, അതാണ് പുതിയതായി രൂപപ്പെട്ട വഴി. അവിടെ ഞങ്ങളുടെ വീടിന് മുന്നിൽ ഒരു 4-5 വീടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ തറ പോലും കാണുന്നില്ല. അതിൽ തൊട്ടടുത്ത വീട്ടില് നമ്മളെ കുടുംബമായിരുന്നു, എളാപ്പന്റെ കുടുംബം. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് നിസാർ. നിയാസും നിസാറും ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഹെലികാം വിഷ്വൽസ് നോക്കുകയായിരുന്നു. അതായത് ആകാശ ദൃശ്യങ്ങൾ നോക്കി അവരുടെ വീടും രക്ഷപ്പെട്ടവരുടെ വീടും മരിച്ചുപോയവരുടെ വീടുകളും ഇങ്ങനെ അടയാളപ്പെടുത്തുകയായിരുന്നു അവർ. നിങ്ങൾ ആ സമയം കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഓടി വീടിന് മുകളിൽ കയറുകയാണോ ചെയ്തത്? അതെ, ഫസ്റ്റില് പൊട്ടി വരുമ്പോൾ സൗണ്ട് ഞാൻ ഉറങ്ങായിരുന്നു. ഒരു ഏകദേശം 1-1.5 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട് കടന്ന് വൈബ്രേഷൻ ഭയങ്കര കുലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നീച്ചു. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ജീപ്പ് കാണില്ല. ഞാൻ ഫ്രണ്ടിലേക്ക് അതേ വസ്തു നോക്കി. അപ്പോൾ ജീപ്പ് കാണാം. ജീപ്പ് ഒഴുകി കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫാമിലിനൊക്കെ മേലത്തെ റൂമിലേക്ക് അവരെ കൊണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തൊട്ട് ഏളാപ്പൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു
ഞങ്ങൾ വെള്ളത്തിലാണ് രക്ഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ചുറ്റും സ്ഥലം ഒന്നും കാണുന്നില്ല. മറ്റേ വെള്ളം മൊത്തം മൂടിയും കൊണ്ട് ഒന്നും കാണുന്നില്ല. ചളി മരങ്ങളൊക്കെ വന്ന് അടുത്ത്. പിന്നെ അവർ കാക്കുന്നത് കുട്ടീനെ കൊണ്ട് അടുക്കള ഭാഗത്ത് കൂടെ പുറത്ത് ചാടി. എന്നിട്ട് ഫസ്റ്റ് കുട്ടീനെ കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ വഴി കണ്ടപ്പോൾ ഞാൻ കൂടെ പോയി അവിടെയുള്ള ഒരു 4 പേരെ ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്നു. പിന്നെ വീട്ടിന് മേലെ കയറി ഞങ്ങൾ സേഫായിരുന്നു വീട്ടിന് മേലെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈവായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കും. മുണ്ടക്കൈയിൽ ദുരിതം വിതച്ചപ്പോൾ, മഹാദുരന്തം ഉണ്ടായപ്പോൾ സ്ഥലനാമം രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സ്മാരകം പോലെ ഒരു ശേഷിപ്പ് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതാണ് എനിക്ക് പിന്നിൽ കാണുന്ന മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂൾ. ഇതിന് ചുറ്റും ഉരുൾപൊട്ടിയൊഴുകി തകർന്നടിഞ്ഞാണ് താഴേക്ക് ഒഴുകിയത്. ഇവിടെയുള്ള കുട്ടികൾ, കാണാതായ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഈ സ്കൂൾ മുറ്റവും അവരുടെ കളിസ്ഥലവും മുഴുവൻ ഇന്നൊരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. മില്ലിമീറ്റർ മഴ പെയ്ത ഈ പ്രദേശം 8 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു തുള്ളി മഴ പെയ്യാത്ത ഭൂപ്രദേശമായി. എനിക്ക് പിന്നിൽ കാണുന്നതെല്ലാം തകർന്നടിഞ്ഞ് താഴേക്കൊഴുകി പാറക്കെട്ടുകൾ ഒഴുകി വൻ നാശമുണ്ടാക്കിയ ഇവിടമാണ് ഇന്ന് ഒരു തുള്ളി മഴ പെയ്യാതിരുന്നത്. ഇപ്പോൾ പട്രോളിങ്ങിൻ്റെ ഭാഗമായി പോലീസ് ഏറ്റവും ടോപ്പിൽ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെ തിരച്ചിലെല്ലാം ഇപ്പോൾ ഏകദേശം അവസാനിച്ച മട്ടാണ്. താഴെ ഭാഗങ്ങളിലാണ് കൂടുതലായി തിരച്ചിൽ നടന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന മുണ്ടക്കൈ പള്ളി നമുക്ക് ദൂരെ കാണാം. താഴെ ഭാഗത്തായി അതിലും താഴെയാണ് ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിലും ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ചൂരൽമല ഹൈസ്കൂൾ റോഡിലെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പരിസരത്തെയും തിരച്ചിൽ ഇന്നും തുടർന്നു. ഇന്ന് വില്ലേജ് ഓഫീസ് പരിസരത്ത്, അതായത് ഇന്നലെ വരെ 50 മൃതദേഹങ്ങൾ ലഭിച്ച ചൂരൽമല വില്ലേജ് ഓഫീസർ ഭാഗത്തായിരുന്നു കൂടുതൽ തിരച്ചിൽ ഇന്ന് നടന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ ഇന്ന് സൂചിപ്പാറ വനമേഖലകളിൽ നടന്നു. 12 അംഗ ദൗത്യസംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ആർമിയിലെ കമാൻഡോസ് ആണ് നേതൃത്വം നൽകിയത്. ഹെലികോപ്റ്ററിൽ 2 ബാച്ചുകളായാണ് അവരെ കൊണ്ടുപോയത്. അതിൽ 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. നമുക്ക് ആശ്വാസകരമായ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നടന്നായിരുന്നു ഇവിടം വരെ വന്നത്. പക്ഷേ ഇപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് സ്ഥലത്ത് വരെ എത്താൻ പാകത്തിന് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് ഏറെ ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ ഇനി ആശ്വാസമുള്ളൊരു കാര്യമാണ്.
മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2 അവലോകന യോഗങ്ങൾ ഇന്ന് നടന്നു. നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. സൈന്യം പറയുന്നതുവരെയും തിരച്ചിൽ തുടരും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഇപ്പോഴുള്ള ഈ പുഞ്ചിരിമട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള സന്ദർശക പ്രവാഹം ഇന്ന് വളരെയേറെ കുറവായിരുന്നു. തിരച്ചിൽ സംഘങ്ങളും ഈ പ്രദേശത്ത് കുറവായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നതിനാൽ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളും അവശ്യ സർവീസും ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി 100-ലധികം ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് നേവിയുടെയും അതുപോലെ തന്നെ വ്യോമസേനയുടെയും ആർമിയുടെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത്. ചൂരൽമലയിൽ പാലം തകർന്നതിനെ തുടർന്ന് മുണ്ടക്കൈയുമായുള്ള ഗതാഗതം മുമ്പ് ഒറ്റപ്പെട്ടിരുന്നു. നമുക്കറിയാം, സൈന്യം 160 അംഗ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സേനാ വിഭാഗങ്ങളും 500ഓളം സൈനികരും ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ബെയിലി പാലത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ TV മാത്യു ബാംഗ്ലൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. മറ്റ് സേനാംഗങ്ങൾ സൈനികർ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും ഇവിടെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ബെയിലി പാലത്തിലൂടെ ഇന്ന് ആളുകളെയും ചെറിയ വാഹനങ്ങളെയും ഇന്നും കടത്തിവിട്ടു. തിരച്ചിലിനിടെ ഇന്നലെ ഒരു കാൽഭാഗം പുരുഷൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു കാൽഭാഗം ലഭിച്ചിരുന്നു. ഇന്ന് ചൂരൽമലയ്ക്ക് നിന്ന് ഒരു കൈയും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ തിരച്ചിലിനിടെ ശരീരഭാഗങ്ങളാണ് ലഭിക്കുന്നത്. ഇതിനു മുമ്പും തിരച്ചിലിനിടെ ലഭിച്ച ഓരോ ശരീരഭാഗങ്ങളും ഓരോ മൃതദേഹങ്ങളായി പരിഗണിച്ചാണ് ഈ പുത്തുമലയിൽ സംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി പുലർച്ചെ 2 മണി വരെ സംസ്കാരം തുടർന്നു. ഇന്നും രാത്രിയും സംസ്കാരം തുടരുകയാണ്. ഇന്ന് 28 മൃതദേഹങ്ങളാണ് ഇങ്ങനെ സംസ്കരിച്ചത്. ഇന്നലെ 189 മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു. ഏറ്റെടുക്കാൻ ആളില്ലാത്തതും തിരിച്ചറിയാത്തതുമായ മൃതദേഹങ്ങളാണ് പുത്തുമലയിൽ സംസ്കരിക്കുന്നത്. ഇനി കണ്ടത് എൻ്റെ 9 വയസ്സ് മോൾ അനന്തയ്യ പേരാണ്. 4ാം ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ എരുമാടിലെ താമസം. വൈഫ് ഹൗസ് ചൂരമല സ്പോട്ട് നടന്ന സ്ഥലമാണ്. അപ്പോൾ പഠനത്തിന് വേണ്ടി അവളെ കൊണ്ടാക്കിയത്. 2 വർഷം മുമ്പ് എൻ്റെ ഭാര്യ മരണപ്പെട്ടതാണ്. പിന്നെ 9 വയസ്സ് പെൺകുട്ടിയാണല്ലോ, നമ്മൾ സുരക്ഷിതല്ല പറഞ്ഞിട്ടാണ് അവിടെ പഠിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഏൽപ്പിച്ചത്. പക്ഷെ അന്ന് സ്പോട്ട് 7:30 വരെ എൻ്റെ അമ്മയോട് വാട്സപ്പിൽ വീഡിയോകളിൽ സംസാരിച്ചതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ എന്നും 10:30 ശേഷം വിളിക്കൽ. അത് നോക്കുക എൻ്റെ ഭാര്യ കുട്ടി അത് സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഞാൻ 4 മണിക്ക് നോക്കും സ്വിച്ച് ഓഫിലാണ്. സ്പോർട്സ് രാവിലെ ഞാൻ 6 മണിക്ക് വണ്ടി എടുത്തിട്ട് സ്പോർട്സ് എടുത്ത് പോകുമ്പോൾ അവിടെ വീടും പരിസരം ഒന്നും ഇല്ല. അതാണ് പാറകളും ഒക്കെ ഉണ്ടായത്. അതിനിടയ്ക്ക് തിരഞ്ഞു നോക്കി എൻ്റെ മകളെയും എൻ്റെ അളിയനും ഭാര്യ കുട്ടീനും അമ്മാവനും അമ്മയും കാണാറില്ല. 6 പേരായിരുന്നു അല്ലേ? 6 പേര് ഒരു വീട്ടിൽ ഫുള്ളും വീട്ടിൽ 6 പേര് താമസം ഉണ്ടായത്.
വീടടക്കം 6 പേരും കാണാതായിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ പിന്നെ 3 പേര് കിട്ടിയിട്ടുണ്ട്. അളിയനും അളിയൻ്റെ ഭാര്യ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടാനുള്ളത് എൻ്റെ മോള് 9 വയസ്സുള്ള മോള് അനന്തയാണ് പേര്. ഞാൻ ഫോട്ടോ ചേനക്കാർ ആരെങ്കിലും അറിഞ്ഞാലും എനിക്കത് എനിക്ക് അറിയിച്ചാൽ മതി. ഏത് ഇവിടെ കിട്ടുന്നത് അറിയില്ല. എൻ്റെ മുഖം കണ്ടാൽ മതി. എൻ്റെ മോളെ നിലവിൽ എല്ലായിടത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരേ സമയത്ത് 11 പേരെ സംസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അതപ്പോൾ ഒരു 15 പേരെയൊക്കെ ഒരേ സമയത്ത് സംസ്കരിക്കാൻ പറ്റും. 2 മണിക്കൂർ കൊണ്ട് ഒരു സംസ്കാര ദഹനം പൂർത്തിയാവും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു. ഇന്ന് 11 യൂണിറ്റ് ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് ബോഡി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആചാരം അനുസരിച്ച് അവരുടെ ബന്ധുക്കളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും അതിനുശേഷം ചിതയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആചാരം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയതിന് ശേഷമാണ് സംസ്കാര കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു തന്നെയാണ് സംസ്കരണം നടത്തുന്നത്. ഈ സംസ്കാരത്തിന് ശേഷം അവരുടെ അസ്ഥി എടുക്കുന്നു. സാധാരണ ആ കുടുംബങ്ങൾക്ക് കൈമാറിയിട്ട് അവരുടെ ആചാരം അനുസരിച്ച് ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സേവാഭാരതിയെ ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഏത് സഹായം എന്തു വേണമെങ്കിലും എപ്പോഴും ചെയ്യാൻ തയ്യാറുള്ള ഏതാണ്ട് 1000-ഓളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. പൂർണ്ണമായിട്ടും ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലത്ത് ഉണ്ട്. കഴിഞ്ഞ 3 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരച്ചിലായിരുന്നു, നിർണായകമായിരുന്നു ഓപ്പറേഷൻ സൺറൈസ് വാലി. ഹെലികോപ്റ്ററിൽ ദൗത്യസംഘത്തെ വനമേഖലയിൽ ഇറക്കി അവിടെ തിരച്ചിൽ നടത്തുന്നു. അതിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ളവ ഉണ്ട്. നിർണായകമായ 12 മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ഈ ഓപ്പറേഷൻ സൺറൈസ് വാലിക്കും ഈ പ്രത്യേക ദൗത്യസംഘത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരച്ചിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏകദേശം പറമ്പപ്പാറ വരെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ഭാഗം നമുക്ക് ഇപ്പം ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണം. പ്രധാന ദൗത്യങ്ങൾക്കെല്ലാം പ്രധാനം വഹിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ ഋഷി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഏതൊക്കെ മേഖലകളിലായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ മിലിറ്ററി ആർമി ഫോക്കസ് ചെയ്തിരുന്നത്? എല്ലാ മേഖലകളിലും എല്ലാ ഏരിയകളിലും ആർമി, നേവി, കോസ്റ്റ് ഗാർഡ് റിക്വസിഷൻ ചെയ്ത എല്ലാ ഫോഴ്സസും എല്ലാ മേഖലകളിലും പ്രസൻ്റ് ആയിരുന്നു. ഫ്രം ദ ബിഗിനിങ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ സ്ട്രെച്ചാണിത്. അവിടെ എല്ലാം കഴിവിൻ്റെ പരമാവധി സെർച്ച് ചെയ്യാൻ തന്നെയാണ് ആർമി ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ആർമി ഈ വയനാട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു ബിഗ് സല്യൂട്ടാണ് വയനാടൻ ജനത നൽകുന്നത്. അത്രയ്ക്കും ആളുകൾക്ക് സംതൃപ്തികരമായ ഒരു പ്രവർത്തനമായിരുന്നു ആർമിയുടെ ഭാഗത്തു നിന്നും ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ ഒരു നന്ദി കൂടി സ്വീകരിച്ചാണ് സൈന്യം വയനാട്ടിൽ നിന്ന് മടങ്ങുന്നത്. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ 3 വാർഡുകളിൽ അധിവസിച്ചിരുന്ന ആളുകളാണ് ഈ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു തീരാവേദനയാണിത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ഇങ്ങനൊരു ഖബർസ്ഥാനം അല്ലെങ്കിൽ ഒരു ശ്മശാന ഭൂമി നമ്മൾ കാണണമെങ്കിൽ എത്ര കാലം കഴിയണം. ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ശ്മശാന ഭൂമി ഇങ്ങനെ നിറഞ്ഞ് പിന്നെ ബോഡികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അത് തീരാ ദുഃഖമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാരണം മേപ്പാടിക്കാരുടെ എന്നും മനസ്സിൽ നിന്ന് പോവാത്ത ഒരു തീരാ ദുഃഖം തന്നെയാണ്. അതിനാണ് ഞങ്ങളിവരെല്ലാവരെയും ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ ജീവിച്ച ആളുകളെ ഈ നാട്ടിൽ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 9-ാം വാർഡാണ്. 10-ലെയും 11-ലെയും 12-ലെയും വാർഡുകളിലെ ആളുകളാണ് ഇവർ. അതിനവർ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഭൂമി സെറ്റപ്പ് ചെയ്തു. ഇവിടെ തന്നെ അവരെ മറമാടിയത്. ഞങ്ങളുടെ ആ തീരാവേദന ഞങ്ങൾക്ക് എന്നും ഇവരെ ഈ നാട്ടുകാർക്കൊന്ന് കാണാനും ഇതിനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ മറമാടിയിട്ടുള്ളത്. സർക്കാരുണ്ട്, ഭീതിയോടെ നോക്കേണ്ടതില്ല. ആർക്കാണ് നഷ്ടമുണ്ടായത്, നഷ്ടമുണ്ടായവരെ പുനഃസംഘടിപ്പിക്കാവുന്ന പുനരധിവസിപ്പിക്കാവുന്ന എല്ലാ നടപടികളും ഗവൺമെന്റ് എന്ന നിലയിൽ ഞങ്ങൾ കൈക്കൊള്ളും. ഇവിടെ ഞങ്ങൾ ടീമായി നിൽക്കുന്നത് ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താനാണ്.
ആ രക്ഷ എന്ന് പറയുന്നത് ജീവിത സുരക്ഷ ഉൾപ്പെടെയുള്ള രക്ഷയാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഉറപ്പ് നൽകാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഈ പ്രശ്നം എല്ലാവർക്കും കൂടി പരിഹരിക്കാൻ, കൂട്ടായി മാത്രം പരിഹരിക്കാൻ കഴിയുന്ന മഹാപ്രശ്നമാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അങ്ങനെ വന്നാൽ ഈ ദുരന്തത്തെ വിജയകരമായി മറികടക്കാൻ നമുക്ക് കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുണ്ടക്കയിലെ ഈ മുസ്ലിം പള്ളിയിൽ നിന്ന് 30-ാം തീയതി വൈകുന്നേരം അവസാനമായി ഒരു ബാങ്ക് വിളി ഉയർന്നിരുന്നു. അത് പടച്ചവനോടുള്ള ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ജനങ്ങളുടെ അവസാന നിലവിളിയായിരുന്നു. ആ ബാങ്ക് വിളിച്ച ഖത്തീബ് ഇവിടെയില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ ഒപ്പം അല്ലാഹു അക്ബർ വിളിച്ചിരുന്ന 100 കണക്കിന് ആളുകളുമാണ് ഇവിടുന്ന് അപ്രത്യക്ഷമായത്. ഈ പള്ളിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇനിയൊരു ദുരന്ത വാർത്ത, ഇനിയൊരു ദുരന്ത ചിത്രം, ഇനിയൊരു ദുരന്ത ദൃശ്യങ്ങൾ ഇനി കാണാൻ ഇടവരരുത്, ഇനി കാണാനും കേൾക്കാനും ഇടവരരുത്. അതുമാത്രമാണ് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശത്ത് നിന്ന് ടീം വയനാട് വിഷന് പറയാനുള്ളത്.